പാകിസ്ഥാൻ വാദം ഇന്ത്യയിൽ കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ പാലുളി മുഹമ്മദ് കുട്ടി. മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചത് പാകിസ്ഥാൻ അനുകൂല വാദമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് പിന്തുണ ലഭിച്ചെന്നും പാലുളി മുഹമ്മദ് കുട്ടി. മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീറിലാണ് പാലുളിയുടെ ലേഖനം. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, വിവരങ്ങൾ. രോഹിണി, പാലോളി മുഹമ്മദ് കുട്ടി CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീറിലാണ് ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് ഒരു സുവനീറിൽ ഉണ്ടായിരുന്നു. പാലോളി മുഹമ്മദ് കുട്ടി സൗമ്യം ദീപ്തം ജീവിതം എന്ന പേര് ഉണ്ടായിരുന്നു. ഈ ഒരു സുവനീറിലെ 23ാമത്തെ പേജിലാണ് 2 പേജ് ഉള്ള ഈ ഒരു ലേഖനം ഉള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ് വന്നിരിക്കുന്നത്. ആ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഇത്രത്തോളം പ്രതിപത്തി ഉണ്ടായത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതായത് മുസ്ലിം ലീഗ് പണ്ട് മുതലേ ഒരു പാകിസ്ഥാൻ വാദം ആണ് ഉന്നയിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള ഒരു വാദമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് അന്ന് ബ്രിട്ടീഷുകാർക്ക് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഈ വാദത്തെ അവർ പിന്തുണച്ചു. ബ്രിട്ടീഷുകാരുടെ പിന്തുണ മുസ്ലിം ലീഗിന് അക്കാലത്ത് ലഭിച്ചിരുന്നു. അതിന് കാരണം പാകിസ്ഥാൻ വാദം ആയിരുന്നു. മാത്രമല്ല, അന്ന് മുസ്ലിം ലീഗിന്റെ മലബാറിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന സത്താർ സേട്ടുവും അതോടൊപ്പം തന്നെ സീതി സാഹിബും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും പൊതുവേദികളിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ അനുകൂലമായ വാദത്തെക്കുറിച്ചായിരുന്നു അന്ന് ഇവർ പ്രസംഗിച്ചിരുന്നത്. അതായത് സീതി സാഹിബ് അന്ന് മലബാറിലെ വിവിധ ജില്ലകളിൽ പ്രസംഗിച്ചത് ഇത്തരത്തിലായിരുന്നു. പാകിസ്ഥാൻ തീർച്ചയായും പാകിസ്ഥാനെ വിഭജിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിക്കണം, എന്നിട്ട് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇവിടെ ഹിന്ദുക്കളായിരിക്കും പിന്നീട് ഭരണത്തിൽ ഉണ്ടാവുക. ഹിന്ദുക്കളുമായി പോകാൻ അന്ന് മുസ്ലിങ്ങൾക്ക് കഴിയില്ല. കാരണം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജീവിത രീതി വ്യത്യസ്തമാണ്. ഹിന്ദുക്കൾ വലത്തോട്ട് ആണ് മുണ്ട് ഉടുക്കുക, മുസ്ലിംസ് ഇടത്തോട്ടാണ് മുണ്ട് ഉടുക്കുക. ചാണകം ഹിന്ദുക്കൾക്ക് പുണ്യമാണ്, മുസ്ലിങ്ങൾക്ക് അത് നജസാണ്, അതായത് ഹറാമാണ് എന്ന തരത്തിലുള്ള വാക്കുകളാണ് അന്ന് സീതി സാഹിബ് അന്നത്തെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാകിസ്ഥാൻ മറ്റൊരു രാഷ്ട്രം വേണം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അക്കാലത്ത് മുസ്ലിം ലീഗ് ചെയ്തിരുന്നത്. ഇതിനെതിരായുള്ള ചില ശബ്ദങ്ങളെല്ലാം തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മലപ്പുറം ഒരു ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷം ആയ ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ അക്കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ ആയിരുന്നു എന്ന് കൃത്യമായി തന്നെ പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. CPMന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഒരു സുവനീറിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, പാലോളി മുഹമ്മദ് കുട്ടി മുൻ മന്ത്രിയാണ്, CPMന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ്. 94 വയസ്സായി നിലവിൽ അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ പഴയകാല പാരമ്പര്യമെല്ലാം തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന സംഭവ വികാസങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും എല്ലാം തന്നെ കൃത്യമായി അറിയുന്ന ഒരു നേതാവ് കൂടിയാണ് പാലോളി മുഹമ്മദ് കുട്ടി. ഏകദേശം 78 വർഷത്തോളം അദ്ദേഹം രാഷ്ട്രീയ ജീവിതം നയിച്ചു. ഇപ്പോൾ നിലവിൽ അദ്ദേഹം മണ്ണാർക്കാടുള്ള ഒരു വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. പഴയ കാലത്തുള്ള കൃത്യമായ വിഷയങ്ങളെല്ലാം തന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അന്ന് ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്ന, കൃത്യമായി തന്നെ ആ വിഷയങ്ങളിലെല്ലാം തന്നെ അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് പാലോളി മുഹമ്മദ് കുട്ടി. പാലോളി മുഹമ്മദ് കുട്ടിയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ലേഖനം, മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ വാദത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശകലനം ഈ ഒരു സുവനീറിൽ എഴുതിയിരിക്കുന്നത്. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.